പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മീനടം തട്ടാങ്കടവ് പാലത്തിലാണ്. മാളിയപ്പടിക്ക് സമീപമുള്ള തട്ടാങ്കടവ് പാലം. അപ്പോൾ ഈ വഴി തിങ്കളാഴ്ച റീടാറിംഗ് ആണ്. ഈ റീടാറിംഗ് എന്ന് പറയുന്നത് 3.5 കോടി രൂപ മുടക്കി കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ വഴി ടാർ ചെയ്യുന്നത്. മീനടം മാളികപ്പടിയിൽ നിന്ന് 8 മൈലിന് പോകുന്ന റോഡാണിത്. ഇത് തട്ടാങ്കടവ് പാലമാണ്. ഇവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ഉപകരണങ്ങളുള്ള വെച്ചാണ് ഇതിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ സർവേയർ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പം പറഞ്ഞത്, നേരത്തെയൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള റോഡുകൾ മുഴുവൻ പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിൽ തന്നെ ഫണ്ടിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം 80% മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി 20% സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പണികളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഇനിയിപ്പം തിങ്കളാഴ്ചയാണ് ഇത് ടാറിംഗ് ആണ്. ടാറിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗുണനിലവാരത്തിലുള്ള ടാറിംഗ് തന്നെയാണ് നടക്കുന്നത്. അപ്പം നമുക്ക് ഈ റോഡ് നന്നാക്കാൻ പരാതി കൊടുത്തവരെ ഒന്ന് കണ്ടുപിടിക്കാം. ഞാൻ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയായ വർഗീസ് ചേട്ടനെ തപ്പി വന്നതാണ്. അന്നേരം അദ്ദേഹം എൻ്റെ മുന്നിൽ വന്നു പെട്ടു. അദ്ദേഹം കണ്ട് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കഷ്ടപ്പാടും കാര്യങ്ങളും എല്ലാം ഒന്ന് ചോദിച്ചറിയാം. അപ്പം എന്നെ പ്രധാനമന്ത്രി ഓഫീസിലോട്ട് അയച്ചത്. ഈ വഴി എത്ര വർഷമായിട്ട് താർന്നു കിടക്കുകയായിരുന്നു? ഇത് കുറേ കാലങ്ങളായി. അപ്പം അതിന് മുമ്പ് തന്നെ MP ഫണ്ടിൽ കൊടുക്കാനായിട്ട് ചെയ്ത് കോവിഡ് കാരണം നടക്കാതെ പോയത്. പിന്നെ പരിപാടി ഒന്നും നടക്കുന്നില്ലായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു പരാതികൾ കൊടുക്കാൻ വേണ്ടി കൊടുത്തു. 2-3 മാസം കഴിഞ്ഞപ്പം തുടർ നടപടികൾ ആരംഭിക്കുന്നതാണെന്നും പറഞ്ഞ് വന്നു തുടങ്ങി. ഇതിപ്പം കേന്ദ്ര ഗവൺമെൻറ്റാണ് നേരിട്ടാണ് പണി. ഇതിന്റെ വർക്ക് PWD റോഡാണ്. അതല്ല, PWD റോഡായിരുന്നു. ഇത് പ്രധാനമന്ത്രി ആ സ്കീം എടുത്തു കഴിഞ്ഞപ്പം PMGF എന്ന് പറഞ്ഞ റോഡ്. അങ്ങനെ ഇപ്പം ഇത് ബോർഡൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലേ? ഇത് എവിടെ നിന്നിട്ട് 8 മൈൽ തൊട്ട് തട്ടാങ്കട വരെ പുതുപ്പള്ളിയിലെ ന്യൂസാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞു. അന്നേരം ഈ സാറിന്റെ പേര് വന്നതുകൊണ്ട് പറയും, നിങ്ങളുടെ 2 പേരുടെയും പേര് ഒന്ന് വന്നുകൊണ്ട് കുഴപ്പമില്ല. അവൻ്റെ പിള്ളേരെ വന്നോട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചേട്ടന് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി. ഇതിന്റെ പേരാണ് നിങ്ങളുടെ അസോസിയേഷന്റെ? ഗ്രീൻ ലീഫ് റെസിഡൻസ് അസോസിയേഷൻ. നിങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഇതിന് പരാതി കൊടുത്തത്? പഞ്ചായത്തുമായിട്ടൊന്നും ബന്ധപ്പെട്ടൊന്നും? പഞ്ചായത്തിലൊന്നും മുഖ്യമന്ത്രിക്കൊക്കെ കൊടുത്തിട്ട് വർഷങ്ങളായി. ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തൊട്ട് ഇതിൻ്റെ പുറകെ നടന്നിട്ടില്ല. ഞാൻ പാമ്പാടി കോട്ടയത്ത് ഓഫീസിലൊക്കെ വഴക്ക് പിടിക്കാത്ത ഇവരുടെ എഞ്ചിനീയർമാരും ഇല്ല. അവസാനം പിന്നെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് ചുമ്മാ ഒന്ന് അയച്ചേക്കാം, പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്താൽ മറുപടി വരുമെന്ന് ഇങ്ങനെ കേട്ടതുകൊണ്ട് 2 കൊല്ലം മുമ്പ്. അല്ല, ഇത് സാധാരണപ്പെട്ടവർക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് വഴിയുടെ കാര്യത്തിൽ. ഇതിനൊക്കെ പുറകെ നടക്കണ്ട. അറിയാം. ഇപ്പം അറിയാം. ഇതിപ്പോൾ എത്ര വർഷമായി നിങ്ങളിത് കൊടുക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങളിത് പ്രധാനമന്ത്രി പരാതി കൊടുത്ത് 2 കൊല്ലമായി. 2 കൊല്ലത്തിനുള്ളിൽ ഇതിൻ്റെ തീരുമാനമായി അല്ലേ? ഇപ്പം ഈ വലിയ വണ്ടിയൊക്കെ ആണല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ. അവർ കർണാടകക്കാർ, ആന്ധ്രക്കാരാണ് വർക്ക് ചെയ്യുന്നത്. ഉടനെ വർക്ക് നല്ല രീതിയിലാണല്ലോ അതിൻ്റെ പണിയെല്ലാം. മറ്റേ പഞ്ചായത്ത് റോഡ് ചെയ്യുന്ന പോലെ ഒന്നും അല്ല, നല്ല രീതിയിൽ തന്നെ അവർ. ഇത് വേറെ സ്കീമാണ്. അങ്ങനെ ചെയ്യുന്നല്ലേ? ഇവിടുത്തെ അസോസിയേഷൻ എത്ര മെമ്പർമാരുണ്ട് മൊത്തം? ഞങ്ങൾ 100 പേരുണ്ടായിരുന്നു. ഈ പ്രദേശം മുഴുവനുള്ള എല്ലാവരും ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടാണോ അതോ? ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഇവിടെ ഒരു 2013 തുടങ്ങിയത്. അപ്പം ഈ മറ്റേ വർഗീസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അതിൻ്റെ ആരാ? പുള്ളി അതിൻ്റെ ജോയിന്റ് സെക്രട്ടറി, ഞാൻ സെക്രട്ടറി. ശരിയാണ്. പുള്ളിക്ക് കുറച്ചുകൂടെ ടെക്നിക്കായത് അയക്കാനായിട്ട് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. പുള്ളിയെ കൊണ്ട് ഞാൻ അയപ്പിച്ചു. ഏതായാലും അത് ഭംഗിയായി അല്ലേ? അത് കഴിഞ്ഞ് അതിൻ്റെ സർവേ വന്നു. മുഞ്ഞാണ്ടി അതിൻ്റെ അകത്ത് നേരത്തെ എല്ലാം റെഡി ആക്കി ഇട്ടിരുന്നോ? മുഞ്ഞാണ്ടി അന്ന് ചെയ്തിട്ടിരുന്നോണ്ടല്ലേ? പുള്ളി MP പറഞ്ഞു. ഇപ്പം അന്നേരം തോമസ് ചാഴിക്കാരൻ ഇരുന്ന സമയത്താണോ അതോ? ഇപ്പോൾ തോമസ് ചാഴിക്കാരൻ ലാസ്റ്റ് മൊമെന്റ് അല്ലേ? MP വണ്ടി കൂടെ മാറുള്ളൂ. MP റെക്കമെൻഡ് ചെയ്യണം. അപ്പം അതങ്ങനെ ഇതൊക്കെ MP റെക്കമെൻഡ് ചെയ്യണം. കുറെ വഴിയുടെ ലിസ്റ്റ് ഇങ്ങോട്ട് നെറ്റിൻ്റെ അകത്തുണ്ട്. ഈ വഴിയുടെ ഉൾപ്പെടുത്തണം പറഞ്ഞ് MP റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ വന്നതല്ലേ? ഏതായാലും ഒരു നല്ല കാര്യമായിപ്പോയി. കാരണം മറ്റുള്ള പല സ്ഥലത്തും പുതുപ്പള്ളിലൊക്കെയാണ് മുഴുവൻ റോഡും തകർന്ന് കിടക്കുക. എല്ലാ വഴിയിലും ഇതും വർഷങ്ങളായിട്ട് തകർന്ന് കിടക്കുക. ഞാനിതിലേക്ക് മിക്കപ്പോഴും പോകുന്നതായിരുന്നു. ഒരുപാട്
ഇവർക്കൊക്കെ അറിയാം. ഇവരോടൊക്കെ പറഞ്ഞ് സ്റ്റേഷനിൽ ഹൈവേയൊക്കെ പറഞ്ഞു വെച്ചാൽ PW ഓഫീസിന്റെ വാതൊക്കെ പോയി നമ്മൾ വഴക്ക് പിടിച്ചിട്ടുള്ളത്. അവർ വിളിക്കും ഇവിടുന്ന് പോവുകയില്ല, വഴക്കാന്ന് അന്നേരം അവരോട് സിയോട് നമ്മൾ പറയുമായിരുന്നു, ഇനി ആവശ്യം അങ്ങോട്ട് വന്നേക്കരുതെന്ന് പറയുമായിരുന്നു. ശരിയാ. ഏതായാലും ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആവശ്യമല്ല വഴി എന്ന് പറയുന്നത്, വലിയൊരു ആവശ്യമല്ല അത്. വളരെ മോശമായിട്ട് ഇറക്കി. അതെ, ഞാനിതിലെ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ എനിക്കറിയാം വളരെ മോശമായിരുന്നു. ഞങ്ങൾ അടുത്ത കാലത്ത് ഒരു 50,000 രൂപ ഞാൻ അസോസിയേഷനിൽ ഇട്ട് ഈ വഴി ഒന്ന് കുറച്ച് ശരിയാക്കിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തെ ആ വെള്ളം വന്നിട്ട് മുഴുവൻ പോയി. നമ്മുടെ ഈ 8 മൈലിൽ നിന്ന് വെണ്ണിമലക്ക് ഈ റോഡല്ലേ കണക്ട് ചെയ്യുന്നത്? അത് മേളിലോട്ടാണ് തിരിയുന്നത്. അപ്പോൾ ആ ജംഗ്ഷൻ തൊട്ടാണ് ജംഗ്ഷൻ തൊട്ട് ഇപ്പം പണി നടക്കുന്നത്. അത് തൊട്ട് തട്ടാങ്കടവ് പാലം അല്ല, മാളിയപ്പടിയിലോട്ട് കൂട്ടിമുട്ടുന്നുണ്ടല്ലോ. ഉണ്ട്, അവിടം വരെ അല്ലേ. പണ്ട് ഇത് 8 മൈൽ മീന റോഡെന്നായിരുന്നു പറയുന്നത്. ഇത് പണ്ട് പുന്നമേരിയുടെ കാലത്ത് ആ വഴി അങ്ങോട്ട് ടാർ ചെയ്യാൻ വേണ്ടി അവര് അത് അങ്ങനെ ആ സ്കീമിൽ പെടുത്തുകൊണ്ട് ഇത് ചാപ്പമറ്റം ചെറുമല മീന റോഡെന്ന് പറഞ്ഞു ഇതിന്റെ റോഡിന്റെ പേര് മാറിപ്പോയി. ആയിക്കോട്ടെ, വളരെ ഉപകാരം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതല്ലേ, ജനങ്ങൾക്ക് അതൊരു പ്രചോദനമാണ്. ഞങ്ങൾ റെസിഡൻസിന്റെ ഞങ്ങളിങ്ങനെ പല പരിപാടികളും ചെയ്യാവുന്ന പരിമിതിക്കകത്ത് നിന്നോട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ പുറകെ നടന്നു കഴിഞ്ഞാൽ മെനക്കെടാവുന്നുള്ളതല്ല, ആരും കേൾക്കാൻ. അല്ല, നിങ്ങളായാലും മെനക്കെട്ടാൻ ഫലം ഉണ്ടായല്ലോ. ആയിക്കോട്ടെ. നമ്മുടെയൊക്കെ നാട്ടിൽ നിരവധി റോഡുകൾ ഇങ്ങനെ തകർന്നു കിടക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അറിയാൻ മേലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്ത്, ഈ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ചെയ്ത്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകും. റോഡിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സർവേ എടുക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഈ റോഡിൻ്റെ പൂർണ്ണ മേൽനോട്ടം പ്രധാനമന്ത്രിയുടെ ഓഫീസിനാണ്. അപ്പം ഇതിൻ്റെ അകത്ത് 80% ഫണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. പോയിട്ട് 20% നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉണ്ട്. അതുപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഇവർ ഇതിൻ്റെ ശ്രമം തുടങ്ങിയത്. അപ്പോൾ ഒത്തിരി പേപ്പർ വർക്കുകൾ ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഇവർക്ക് നീക്കാൻ പറ്റി. അതുകൂടെ നമ്മുടെ കോട്ടയത്തെ MP ആയിരുന്ന തോമസ് ചാഴിക്കാടൻ MP-യുടെ ശ്രമഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ടാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി കൊടുത്തു. അങ്ങനെ ഈ ഒരു നല്ലൊരു റോഡിൻ്റെ പണി ഉടനെ നമുക്ക് കാണാം. ഇപ്പം നിൽക്കുന്നത് വർഗീസേട്ടൻ്റെ വീടിന് മുന്നിലാണ്. അപ്പം 2 വർഗീസുമാരുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു വർഗീസുമായിട്ട് സംസാരിക്കാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതെങ്ങനെയാ ഇതിന്റെ കാര്യങ്ങളെല്ലാം? ആദ്യം നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് റൈറ്റ് ടു പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് ഇന്ററാക്ഷൻ വിത്ത് പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഒരു പിക്ചറോടുകൂടി ഒരു സിഗ്നേച്ചറിന്റെ പേന കൊണ്ട് സൈൻ ചെയ്യുന്ന ഒരു എംബ്ലം കാണാം. അവിടെ പ്രസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യുക. വേറെ നമ്മുടെ കാര്യങ്ങൾ അതിന് ഒരു OTP വരും. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആ ആപ്ലിക്കൻ്റ് ആകുന്നത്. ഓതറൈസ്ഡ് ആപ്ലിക്കൻ്റ് അന്നേരം ആകുന്നത് പ്രധാനമന്ത്രി ഓഫീസുമായിട്ടാണ്, പ്രൈം മിനിസ്റ്റർ ഓഫീസ് PMO. അപ്പം പ്രധാനമന്ത്രി ഇന്ററാക്ഷൻ വിത്ത് പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ആകും. പിന്നെ പൈസ സർക്കാർ ഈടാകും. ഏതൊരു സാധാരണക്കാരനും പ്രധാനമന്ത്രി ഓഫീസിലേക്കായിട്ട് കോൺവെർസേഷൻ ചെയ്യാനുള്ള ട്രാക്കുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ചെയ്യുന്നതിന് നമുക്ക് ആരുടെയും കാല് പിടിക്കേണ്ട, എങ്ങും ഓഫീസിൽ പോയി നമ്മൾ ടട്ടാക്ക് കാത്തു നിൽക്കേണ്ട. അവരുടെ പെട്ടെന്ന് ഇതിന്റെ വർക്കെല്ലാം പെട്ടെന്നായിരുന്നു തോന്നുന്നല്ലേ? കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം വളരെ പേപ്പർ ഫോർവേഡ് ചെയ്ത് ഓഫീസിൽ നമ്മൾ പലപ്പോഴും ഫോളോ അപ്പ് ചെയ്യാം. ഞാൻ കൂടെ ഫോളോ അപ്പ് ചെയ്യുക. അത് ശരിയാണ്. അതിലും പ്രധാനമന്ത്രി ചെയ്തു തന്ന വലിയൊരു അല്ലേ ഇതിങ്ങനെ ഒരു അത് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ സാധാരണക്കാർക്ക് PMO ആയിട്ട് ബന്ധപ്പെടാൻ ഒരു ചാൻസ് കിട്ടുന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ഗൂഗിൾ നോക്കിയാൽ മതി, ആർക്കും വേണം ചെയ്യാം. അല്ല, ഇത് സാധാരണക്കാർക്ക് അറിയത്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ്. നമ്മുടെ മീനടത്തെ അസോസിയേഷൻ്റെ സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയാണ് നമ്മളോട് സംസാരിച്ചത്. ഇവിടുന്ന് നമുക്ക് 8 മൈലിന് ഒന്ന് യാത്ര ചെയ്യാം. റോഡെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആദ്യത്തെ 1ാം ഘട്ട വർക്കുകളെല്ലാം പൂർത്തിയായി. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഇതിൻ്റെ മുകളിൽ കൂടെ പുതിയ ടാർ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും നല്ല, ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകാനൊക്കെ ആണെങ്കിലും അതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ്. ഇത് നമുക്ക് 8 മൈലിന് വെണ്ണിമലയ്ക്ക് തിരിയുന്ന വഴിയാണ്, പുതുപ്പള്ളിയിലേക്ക് തിരിയുന്ന വഴിയാണ്. ഇവിടുന്ന് നേരെ 8 മൈലിലേക്ക് നമുക്ക് പോകാം. 3.5 കോടി രൂപ മുടക്കുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 കോടി രൂപയുടെ വർക്ക് പോലും നടക്കത്തില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് മുൻകൈ എടുത്ത് നടത്തുന്നതുകൊണ്ട് 3.5 കോടി രൂപയുടെ വർക്കും അവിടെ പൂർത്തിയാകുമെന്ന് നമുക്ക് 100% പ്രതീക്ഷിക്കാം. ഇത് 8 മൈൽ ജംഗ്ഷനാണ്. നമ്മൾ KK റോഡിലേക്ക് കടക്കുകയാണ്. ഇതാണ് 8 മൈൽ ജംഗ്ഷൻ. ഇവിടം തൊട്ട് മീനിടം മാളിയപ്പടി വരെയാണ് നമുക്ക് പുതിയ റോഡിൻ്റെ ടാറിങ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവരുടെ അസോസിയേഷൻ ഉണ്ട്, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ. അത് ഗ്രീൻ ലീഫ്, അതിൻ്റെ ഒരു ബോർഡാണ് വഴി വെച്ചിരിക്കുന്നത്. മീനിടം നോർത്ത് പാമ്പാടി.